മോദി വിരുദ്ധ പ്രബുദ്ധ കേരളത്തിൻ്റെ ഏറ്റവും പുതിയ തലതൊട്ടപ്പനാണ് ധ്രുവ് രാത്തി എന്ന യൂട്യൂബർ. ഇപ്പോൾ ധ്രുവ് തന്നെ തൻ്റെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാളി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. കേരളത്തിലാവട്ടെ സുനിത ദേവദാസ്, മീഡിയ വൺ മുതൽ അടുത്തിടെ വന്ന പുതിയ യൂട്യൂബർമാർ വരെ ധ്രുവ് രാത്തിയുടെ വീഡിയോകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ധ്രുവ് ചെയ്തിട്ടുള്ള ഓരോ വിഷയവും പ്രത്യേകമായി എടുത്ത് കൃത്യമായി മറുപടി പറയാൻ എനിക്കാവും. അത് വരും ദിവസങ്ങളിൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്ന് ധ്രുവ് രാത്തി എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു, ധ്രുവ് രാത്തിയുടെ തന്ത്രം എന്താണ്, ധ്രുവിൻ്റെ കള്ളക്കളി എന്താണെന്ന് തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ധ്രുവിനെ വർഷങ്ങളായി മാതൃകയായി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം അയാളുടെ വിശദീകരണങ്ങളും അതിനുപയോഗിക്കുന്ന ലളിതമായ ഭാഷയും എഡിറ്റിങ്ങും കണ്ട് അതിൽ പ്രചോദിതനായിട്ടുണ്ട് ഞാൻ. കേരളത്തിലെ മോദി വിരുദ്ധ മീഡിയ കാണുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ധ്രുവ് രാത്തിയുടെ വീഡിയോ കാണുന്ന ഒരാളെന്ന നിലയിൽ, ഇപ്പോഴീ കാണുന്ന നേരത്തിൽ വലിയ സബ്സ്ക്രൈബർമാർ ഉണ്ടാകുന്നതിന് കാലങ്ങൾക്ക് മുമ്പേ വീഡിയോ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ധ്രുവ് ഒരു കടുത്ത മോദി വിരോധിയും ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെയുള്ള ഹിന്ദി അറിയാവുന്ന മോദി വിരുദ്ധർക്ക് വേണ്ടി ആ മേഖല വരുമാനം കിട്ടുന്നതായതുകൊണ്ട് തിരഞ്ഞെടുത്ത് കൃത്യമായി വീഡിയോകൾ ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ആളുകൾ യൂട്യൂബിൽ ധ്രുവ് രാത്തിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്നിട്ടും ധ്രുവ് രാത്തി പറയുന്നത് എന്തുകൊണ്ട് ജനം ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ജൂൺ 4-ന് വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട്. വീഡിയോ കാണുന്നവരുടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെയും എണ്ണം കണ്ട് ഇവരെല്ലാം തൻ്റെ ആരാധകരാണ് എന്നൊരു അഹങ്കാര മനോനില ഇപ്പോൾ ധ്രുവ് രാത്തിക്കുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് തൻ്റെ സബ്സ്ക്രൈബർമാർ 100 പേരോട് പറഞ്ഞ് മോദിക്കെതിരെ വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ 100 കോടി പേരിലേക്ക് വളരെ ഈസിയായി എൻ്റെ ക്യാമ്പയിൻ എത്തുമെന്നും മോദി പരാജയപ്പെടുമെന്നും ധ്രുവ് രാത്തി അമിതമായി വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക വാട്സാപ്പ് ചാനലും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ധ്രുവ് രാത്തി മനസ്സിലാക്കാതെ പോകുന്ന പ്രധാന കാര്യമെന്നത്, ധ്രുവിൻ്റെ വീഡിയോകൾ കാണുന്നത് മോദി വിരുദ്ധരായ ധ്രുവ് ഫാൻസ് മാത്രമല്ല. പൊതുവെ എന്നെപ്പോലെ ദേശീയവാദ അനുകൂലികളായവർ ഒരു പക്ഷം മാത്രം കാണുന്ന ആളുകളല്ല. അവർ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശവും വായിക്കാനും അറിയാനും ശ്രമിക്കുന്നവരാണ്. അതിൽ നിന്നുള്ള ശരികൾ അവർ എടുക്കും, തെറ്റുകളെ വിമർശിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് സംഘപരിവാർ അവരുടെ അണികൾക്ക് പോലും നൽകുന്നത്. മാത്രമല്ല ഹിന്ദുത്വവാദികളും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്കണം, അത് തന്നെ ശരിയായി വിശ്വസിച്ച് എന്നെ അനുസരിക്കണം അർജുന എന്നല്ല ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ട് നീ ആലോചിച്ച് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നീ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടെ ധ്രുവ് പറയുന്നതും കേൾക്കുന്നതിൽ മോദി അനുകൂലികളാണ് കൂടുതൽ എന്നത് ധ്രുവ് മനസ്സിലാക്കുന്നില്ല. ധ്രുവ് കരുതുന്നത് തന്നെ കേൾക്കുന്നവരെല്ലാം തൻ്റെ ഫാൻസാണെന്നും അവരെല്ലാം മോദി വിരോധികളാണെന്നുമാണ്. മോദി അനുകൂലികളെ ധ്രുവ് വിളിക്കുന്നത് അന്ധഭക്ത് എന്നാണ്. അവർ അന്ധരല്ല എന്നതാണ് ധ്രുവ് മനസ്സിലാക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്ധരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അത്തരത്തിൽ അന്ധരുടെ എണ്ണം ഇന്ത്യയിൽ കുറവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ അന്ധഭക്ത് എന്നത് ധ്രുവിനെ പോലെയുള്ള ആം ആദ്മി, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും തീവ്ര മുസ്ലിം പെന്തക്കോസ്ത് മതവിഭാഗവുമാണ്. ഞാനിത് പറയാൻ കാരണം, വിവരങ്ങൾ വിരൽത്തുമ്പിൽ വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്ത് പോലും തങ്ങൾക്ക് അനുകൂലമായുള്ള വാർത്തകൾ മാത്രം പടച്ചുവിടുന്ന ചാനലും സോഷ്യൽ മീഡിയ ഹാൻഡിലും അവർക്ക് വേണ്ടപ്പെട്ട പാർട്ടി പത്രങ്ങളും മാത്രം വായിക്കുന്നവരാണ് ആം ആദ്മി പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലികളും. അതുപോലെ തന്നെയാണ് തീവ്ര മുസ്ലിം വിഭാഗവും പെന്തക്കോസ്ത് വിശ്വാസികളും. അവർക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ അവർ കേൾക്കില്ല. കേട്ടാൽ തന്നെ അവർക്ക് മറുപടി പറയാൻ ശ്രമിക്കാതെ അവരെ ആക്രമിക്കുന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ പൊതുവായ ശീലം. ഒരു വിഷയത്തെക്കുറിച്ചുള്ള ത്രിമാന വ്യൂ കണ്ടാലല്ലേ തിരിച്ചറിവുണ്ടാകൂ. അങ്ങനെ തിരിച്ചറിവില്ലാത്ത അന്ധമായ ഭക്തകൂട്ടമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തീവ്ര മുസ്ലിം വിഭാഗത്തിനും പെന്തക്കോസ്ത് വിഭാഗത്തിനും ധ്രുവ് രാത്തിയെ പോലെയുള്ള ആം ആദ്മി പാർട്ടിക്കുമാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ഈ രാജ്യത്തെ ദേശീയവാദികൾ എല്ലാ വിഷയത്തിലും ത്രിമാന വ്യൂ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ധ്രുവിൻ്റെ വീഡിയോ കാണുന്നതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും മോദി അനുകൂലികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ധ്രുവ് പറയുന്നതിന് കാഴ്ചക്കാർ കൂടുന്നതും എന്നാൽ ധ്രുവ് പറയുന്നതിന് സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ പോകുന്നതും. എന്നാൽ ഈ ധ്രുവ് രാത്തി അണികളെ പോലെ അന്ധനല്ല, എല്ലാം വായിക്കും. പക്ഷേ രാജ്യത്തെ മോദി വിരുദ്ധ അന്ധഭക്തരെ കൂടെ നിർത്താൻ അവർക്ക് വേണ്ടത് മാത്രം സമൂഹത്തിന് നൽകും. അതാണ് വർഷങ്ങളായി ധ്രുവ് രാത്തി തുടർന്നു പോരുന്ന രീതി. ഉദാഹരണമായി ഞാൻ ചിലത് പറയാം. ആദ്യം മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ധ്രുവ് രാത്തി കേരളത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ള ചില നുണകൾ കാണാം. അതിൻ്റെ വസ്തുത നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാകും. സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നൊരു വിഷയത്തിൽ ധ്രുവ് രാത്തി പറയുന്നത് ഇങ്ങനെയാണ്. 5वां केरला आज के दिन पहली स्टेट है जिसने एक नेशनल ऑप्टिक फाइबर नेटवर्क प्रोजेक्ट कंप्लीट किया है.
35,000 किलोमीटर से ज़्यादा फाइबर नेटवर्क स्टेट भर में लगाया गया हाई स्पीड इंटरनेट प्रोवाइड करने के लिए ग्राम पंचायत को और रिमोट एरियाज को। 20 लाख से ज़्यादा बीपीएल परिवारों को फ्री कनेक्टिविटी दी गई इसकी, ताकि गरीब लोगों के बच्चे भी हाई स्पीड इंटरनेट को एक्सेस कर सकें, पढ़ाई कर सकें। സർക്കാരുകളുടെ പോളിസിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും അവിടെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ തന്നെ സൗജന്യമായി ഇൻ്റർനെറ്റ് നൽകുന്നതും കൊണ്ടാണ് കേരളത്തിൽ സാധാരണ കുട്ടികൾക്ക് പോലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതെന്നും അതുകൊണ്ടാണ് കേരളത്തിന് ദേശീയ ശരാശരിയിൽ മുൻപിലെത്താൻ കഴിഞ്ഞതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സംഭവം മനസ്സിലായോ? പിണറായി വിജയൻ്റെ ഇതുവരെ നടക്കാതെ പോയ വെറും സ്വപ്നം മാത്രമായ K-ഫോണിനെ കുറിച്ചാണ് ധ്രുവരാത്തി വർഷങ്ങൾക്ക് മുമ്പേ നടന്ന എന്തോ കാര്യമായി രാജ്യത്താകെ അവതരിപ്പിക്കുന്നത്. അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ലൈവ് മിൻറ്റ് എന്നൊരു ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്തയാണ്. ധ്രുവിൻ്റെ വീഡിയോ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ധ്രുവ് ആവർത്തിച്ച് പറയുന്ന കാര്യം തൻ്റെ റിപ്പോർട്ടുകൾ എല്ലാം രണ്ടാമത്തെ സോഴ്സാണെന്നാണ്. ആദ്യ സോഴ്സ് എന്ന് പറയുന്നത് രാജ്യത്തെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാർത്തകളാണ് താൻ ഹൈലൈറ്റ് ചെയ്ത് വെളിയിൽ കൊണ്ടുവരുന്നതെന്നാണ് ധ്രുവ് എപ്പോഴും അവകാശപ്പെടുന്നത്. അതായത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന എൻ്റെ ചാനലിൽ മലയാളം മാധ്യമങ്ങളുടെ കാഴ്ചകൾക്കപ്പുറത്താണെങ്കിൽ ധ്രുവരാത്തി ദേശീയ മാധ്യമങ്ങളുടെ കാഴ്ചകൾക്കപ്പുറത്താണ് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന അല്ലെങ്കിൽ വളച്ചൊടിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരുമ്പോൾ ധ്രുവരാത്തി ചെയ്യുന്ന 90% വീഡിയോകളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ദേശവിരുദ്ധ ലെഫ്റ്റ് ലിബറൽ ഓൺലൈൻ പോർട്ടലുകളായ വയർ, സൗത്ത് ലൈവ്, ലൈവ് മിൻറ്റ് പോലെയുള്ള ചില സോഴ്സുകളും ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഉപദേശിയുമായ രവി കിഷൻ, രാജ്ദീപ് സർദേശായി, ബർക്കദത്ത് പോലെയുള്ള ലെഫ്റ്റ് ലിബറലുകളുടെ റിപ്പോർട്ടുകളുമാണ്. ഇന്ത്യയെ ഇകഴ്ത്താൻ ആധാരമാക്കുന്നത് സ്വീഡൻ, ജർമ്മനിയൊക്കെ ആസ്ഥാനമാക്കിയുള്ള ലെഫ്റ്റ് ലിബറലുകളുടെ ചില സർവേകളും. അതായത് മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കൈരളിയും ദേശാഭിമാനിയും സ്ഥിരമായി വായിക്കുകയും പിണറായി വിജയൻ, ബ്രിട്ടാസ്, ഷാനി, വേണു, നികേഷ് തുടങ്ങിയവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി അജണ്ട തീരുമാനിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് ദേശീയ തലത്തിൽ ധ്രുവരാത്തിയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും നല്ലതായതുകൊണ്ടും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ളതുകൊണ്ടും പിടിച്ചു നിൽക്കുന്നു. അന്നന്നത്തെ റീച്ചിന് വേണ്ടിയുള്ള വയറ്റിപ്പഴപ്പാണ് ഈ വാചക കസർത്തെല്ലാം എന്നുള്ളതാണ് സത്യം. അതിൻ്റെ തെളിവുകൾ കൂടി നൽകിയിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ആദ്യകാലത്ത് BJP IT സെല്ലുകളുടെ നുണകൾ പൊളിക്കുന്നു എന്നവകാശപ്പെട്ട് ഏതൊക്കെയോ തീവ്ര ഹിന്ദുത്വ വിഡ്ഢികൾ പ്രചരിപ്പിക്കുന്ന ചാണകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള വാട്സാപ്പ് ഫോർവേഡുകളെ കളിയാക്കിയാണ് ധ്രുവരാത്തി പണി തുടങ്ങിയത്. അത് കാണാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കി BJPക്കെതിരെ കൂടുതൽ വിഷയാധിഷ്ഠിതമായി സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി ധ്രുവിനെ വലവീശി പിടിച്ചു. അവരുടെ പെയ്ഡ് ഏജൻ്റാക്കി മാറ്റി. ധ്രുവ് ചെയ്ത വിഷയങ്ങളുടെ തമ്പനയിൽ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ആം ആദ്മി അഴിമതിക്കെതിരെ ഉണ്ടാക്കിയതുപോലെ ഫേക്ക് ന്യൂസുകൾക്കെതിരെയാണ് തൻ്റെ ചാനലും എന്നാണ് ധ്രുവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആം ആദ്മി പാർട്ടി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി പാർട്ടിയാകാൻ മത്സരിക്കുന്നത് പോലെ തന്നെ ധ്രുവ് തൻ്റെ രാഷ്ട്രീയം മുൻനിർത്തി ഫേക്ക് ന്യൂസുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് വസ്തുത. അതാണ് ആം ആദ്മി പാർട്ടിയും ധ്രുവരാത്തിയും തമ്മിലുള്ള ഒത്തൊരുമ. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിൽ മോദി ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യം പോലും ധ്രുവരാത്തി തൻ്റെ ചാനലിൽ കൂടി ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് രാജ്യത്ത് താജ്മഹലിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് ലാഭമുണ്ടാക്കുന്ന ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെക്കുറിച്ച് ധ്രുവരാത്തി പറഞ്ഞത് ഇങ്ങനെയാണ്. 1 मिलियन विजिटर्स हर साल स्टैच्यू ऑफ यूनिटी में भी आ गए तो मुझे बड़ा आश्चर्य होगा यहाँ पर देखकर। मेरे ओपिनियन में स्टैच्यू ऑफ यूनिटी एक पॉपुलर टूरिस्ट अट्रैक्शन नहीं बनेगा हमारे देश में। तो एक सवाल यहाँ पर ये उठता है कि क्या एक ऐसा स्टैच्यू बनाया जा सकता है जो एक अच्छी टूरिस्ट अट्रैक्शन हो हम लोगों के लिए और हमारे टैक्स के पैसे की बर्बादी ना की जाए. അതേസമയം കേരളത്തിലെ ജഡായുപ്പാറ സന്ദർശിച്ച ധ്രുവ് പറഞ്ഞത് ഗവൺമെൻറ് ആയാൽ ഇങ്ങനെ വേണം, ഇതുപോലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നാണ്. എന്നാൽ ജഡായുപ്പാറ പ്രോജക്റ്റ് കേരള സർക്കാരിൻ്റെ അല്ല, വെറും ഒരു പ്രൈവറ്റ് പ്രോജക്റ്റ് ആണെന്നത് ധ്രുവരാത്തിക്ക് അറിയാത്തതല്ല. മാത്രമല്ല ജഡായുപ്പാറ ഇന്ന് വലിയ നഷ്ടത്തിലും ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വലിയ ലാഭത്തിലുമാണ് പോകുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ലാഭം സർക്കാരിന് നേരിട്ട് ലഭിക്കുമ്പോൾ ജഡായുപ്പാറയിൽ നിന്ന് ഒരു ലാഭം പോലും സർക്കാരിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ജഡായുപ്പാറയാണ് രാജ്യത്തിൻ്റെ മോഡൽ എന്നാണ് ധ്രുവരാത്തി പറയുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണം നഷ്ടമാക്കിയ ഒരു പ്രതിമയും. ഇതാണ് ധ്രുവരാത്തിയുടെ രാഷ്ട്രീയം. വിവിധ ഇൻഡെക്സുകൾ പരിഗണിച്ച് കേരളമാണ് രാജ്യത്തെ നമ്പർ 1 സംസ്ഥാനമെന്നാണ് ധ്രുവ് മറ്റൊരു വീഡിയോയിൽ സമർത്ഥിച്ചത്. कौन सी स्टेट नंबर 1 पे आती है? आप जवाब इसका गेस कर ही सकते होंगे. इसका जवाब है केरला. आज केरला ऑलमोस्ट बैंकरप्ट हो रखा है. രാജ്യത്തെ ഏറ്റവും മോശമായ തൊഴിലില്ലായ്മയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും അവസാന സ്ഥാനത്തും GDPയിൽ താഴെയും പൊതുകടം കൂടുതലും സർവോപരി ക്രൈം റേറ്റ് കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകൾ വെച്ച് സംസാരിച്ചതിന് ശേഷമാണ് കേരളമാണ് രാജ്യത്തെ നമ്പർ 1 എന്ന കൺക്ലൂഷനിൽ ധ്രുവരാത്തി എത്തിയത്. ഒപ്പം രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനം
ഉത്തർപ്രദേശാണെന്നും ഗുജറാത്ത് മോഡൽ വെറും പൊള്ളയാണെന്നും ധ്രുവ് തൻ്റെ വീഡിയോകളിലൂടെ എപ്പോഴും സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ന് ഈ 2024 ധ്രുവിൻ്റെ എല്ലാ കണ്ടെത്തലുകളും തെറ്റായിരുന്നു എന്ന് ബോധ്യമാക്കുന്ന വിധം യോഗി ആദിത്യനാഥ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ GDP-യിലേക്ക് ഉത്തർപ്രദേശിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് കെജ്രിവാളിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാതിരുന്നിട്ടും ധ്രുവ് പറയുന്നത് മോദിയുടെ ഏകാധിപത്യമാണെന്നാണ്. എന്നാൽ ഇത്ര കാലമായി നരേന്ദ്രമോദിക്കെതിരെ ഇത്രയും മോശമായ വീഡിയോകൾ ചെയ്തിട്ടും ധ്രുവരാത്തി എന്നൊരാൾ ഈ രാജ്യത്ത് ഉണ്ട് എന്ന് പോലും നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ പോലീസോ അന്വേഷിച്ചിട്ടില്ല. ധ്രുവരാത്തിയെ ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലുമില്ല. എന്നാൽ ഇതേ ഇന്ത്യ മഹാരാജ്യത്ത് ലോകമറിയുന്ന മാധ്യമപ്രവർത്തകനായ അർണാബ് ഗോസ്വാമിയെ കോൺഗ്രസ് ശിവസേന സഖ്യം മഹാരാഷ്ട്ര ഭരിക്കുമ്പോൾ മഹാരാഷ്ട്ര പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലടച്ചതിനെ ഇതേ ധ്രുവരാത്തി ആഘോഷിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ നികുതി വെട്ടിപ്പിനെതിരെ കേസെടുത്തതും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമൊക്കെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് വാദിക്കുന്ന ഇതേ ധ്രുവരാത്തി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡനെതിരെ മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ കേസെടുത്തത് ന്യായമാണെന്നും വാദിച്ച് വീഡിയോ ചെയ്ത് ആഘോഷിച്ചിട്ടുണ്ട്. കൂടാതെ ട്രംപിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ട്രംപിന് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുമെന്നും അതുകൊണ്ട് ഒരുപക്ഷെ ട്രംപ് അടുത്ത ഇലക്ഷൻ ജയിച്ചേക്കുമെന്നാണ് ധ്രുവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ ന്യായം ഇന്ത്യയിൽ വർക്കൗട്ടാകാത്തത്? അത് ഇന്ത്യയിൽ ചെലവാവില്ലേ? ഇതെന്തൊരു തരം ഇരട്ടത്തപ്പാണ്? എന്താണ് ധ്രുവിൻ്റെ ഈ വാദമെന്നും സുപ്രീം കോടതിക്ക് പോലും മനസ്സിലാകാത്തത്? ജാമ്യം പോലും കെജ്രിവാളിന് സുപ്രീം കോടതിയാണ് നൽകാത്തത്. ഭാരതം 80% ഡിക്റ്റേറ്റർഷിപ്പിലായി കഴിഞ്ഞു എന്ന് വാദിക്കുന്ന ധ്രുവ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തെ താരതമ്യം ചെയ്യുന്നത് ഉത്തര കൊറിയയോടും ചൈനയോടും റഷ്യയോടും ചേർത്ത് വെച്ചിട്ടാണ്. മോദി പിണറായി വിജയൻ്റെ അത്രയെങ്കിലും ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ മറുനാടൻ മലയാളിയുടെ മുതലാളി ഷാജൻ സ്കറിയെ പിണറായി വേട്ടയാടിയ പോലെ ഈ ധ്രുവരാത്തിയെ മോദിക്ക് വേട്ടയാടാമായിരുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇതേ ധ്രുവിൻ്റെ പ്രിയപ്പെട്ട കെജ്രിവാളിൻ്റെ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിലെ പോലീസ് പഞ്ചാബിലൊരു ആം ആദ്മി MP ഒരു വേശ്യാലയം നടത്തുന്നുണ്ട് എന്നൊരു പോസ്റ്റ് ചെയ്തതിന് കാശ്മീരിൽ പോയാണ് ഈ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു യൂട്യൂബറിനെ പഞ്ചാബ് പോലീസ് ഉത്തർപ്രദേശിൽ പോയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. എന്തൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില നൽകുന്ന ഭരണകൂടമാണ് ആം ആദ്മി പാർട്ടിയുടേത്. മോദി ഏകാധിപതിയാണെന്ന് സമർത്ഥിക്കാൻ ധ്രുവ് ചെയ്ത വീഡിയോയിൽ EVM തിരിമറിയെക്കുറിച്ച് പലതവണയും പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന സോഴ്സ് എന്താണെന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കൂ. ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ട് വാദം കേട്ട് ഒരു വിധി പറഞ്ഞതാണ്. ഒരു ക്രമക്കേട് പോലും നിയമപരമായി തെളിയിക്കാനോ EVM ഹാക്ക് ചെയ്യൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാനോ ഈ ലോകത്തെ ഒരാൾ പോലും തയ്യാറായിട്ടില്ല. അവർക്കതിന് കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ടും എന്തിൻ്റെ പേരിലാണ്, എന്ത് തെളിവിൻ്റെ പേരിലാണ് ഇത്രയും ഫോളോവേഴ്സുള്ള ഒരാൾ ഈ വിധം നുണ പ്രചരിപ്പിക്കുന്നത്? ഈ വിഷയം മാത്രം പോരെ, ഒരിക്കലും പുറം ലോകം കാണാനാകാത്ത വിധം ധ്രുവരാത്തിയെ മോദി ഏകാധിപതിയാണെങ്കിൽ ജയിലിൽ അടച്ചു പൂട്ടാൻ? മോദിക്ക് വോട്ട് ചെയ്യരുത് എന്ന് ധ്രുവ് പറയുമ്പോൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ധ്രുവിനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യം നമുക്ക് മോദിയെ താഴെ ഇറക്കാം, പിന്നെ ആര് ഭരിക്കണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ്. എന്തൊരു ഭീകരമായ രാജ്യസ്നേഹമാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയെങ്കിൽ സഖ്യ സർക്കാരുകൾ രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സമാകില്ലേ? സ്ഥിരതയുള്ള സർക്കാരല്ലേ രാജ്യത്തിന് വേണ്ടതെന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്ന ഒന്നാം UPA സർക്കാരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന സർക്കാരെന്നാണ് ധ്രുവരാത്തിയുടെ മറുപടി. എന്തൊരു രാഷ്ട്രീയ ബോധമല്ലേ! പാവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ധ്രുവിൻ്റെ പ്രായം വെറും 9 മുതൽ 13 വയസ്സ് വരെയായിരുന്നു. കൊച്ചു പയ്യനായിരുന്നില്ലേ? അച്ഛൻ സിംഗപ്പൂരിലും. എന്തറിയാനാണ്? ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബർമാരും പണവുമൊക്കെ ആയപ്പോൾ രാജ്യത്ത് ആർക്കും ബുദ്ധിയില്ല, തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന ലൈനിലാണ് കക്ഷി. മോദി ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇതുവരെ കണ്ടുവന്ന പരമ്പരാഗത രാഷ്ട്രീയക്കാരെക്കാൾ രാജ്യത്തെ സർക്കാരുകളെക്കാൾ 100 വട്ടം ഭേദമാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തുടരണം. എന്നാൽ ഈ 10 വർഷത്തിൽ മോദി ഭരണത്തിൽ ഒരു നേട്ടം പോലും പറയാത്ത ഒരാൾ മോദിക്കെതിരെ അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിലെ രാഷ്ട്രീയം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണോ ധ്രുവരാത്തിയും അയാളെക്കൊണ്ട് അത് പറയിപ്പിക്കുന്ന അയാളുടെ പിന്നിലുള്ള ആളുകളും കരുതുന്നത്? മോദി ഗവൺമെൻറ് ചെയ്ത 10 നല്ല കാര്യങ്ങളെങ്കിലും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ അവതരിപ്പിച്ച ശേഷമാണ് ഈ കുറ്റം പറയുന്നതെങ്കിൽ ജനം കുറച്ചെങ്കിലും ചിലപ്പോൾ വിശ്വസിക്കുമായിരുന്നു. ഇത്തരം ധ്രുവരാത്തിമാർക്കും രാഹുൽ ഗാന്ധിമാർക്കും പറ്റിയ മിസ്റ്റേക്ക് അവിടെയാണ്. ജനത്തെ വിശ്വാസത്തിലെടുക്കാൻ വല്ലപ്പോഴുമെങ്കിലും കുറച്ച് സത്യങ്ങൾ പറയണം. അപ്പോഴേ ചില കള്ളങ്ങൾ പോലും ജനങ്ങൾക്ക് സത്യമായി തോന്നുകയുള്ളൂ. വെറും രാജ്യത്തെ ഒരു സാധാരണ മോദി വിരുദ്ധ ആം ആദ്മി പ്രവർത്തകനായിരുന്ന ധ്രുവരാത്തി ഇന്ന് ആഗോള മോദി വിരുദ്ധ കൂട്ടായ്മയുടെ പണം വാങ്ങുന്ന ഒരു ഉപകരണമായി വളർന്നു എന്നതാണ് ഈ കാലയളവിൽ അദ്ദേഹം നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം. വെറും അന്ധമായ മോദി വിരോധം വെച്ച് ലെഫ്റ്റ് ലിബറൽ ജേർണലിസ്റ്റുകൾ എഴുതുന്ന ആർട്ടിക്കിളുകൾ മനോഹരമായ ഹിന്ദിയിലാക്കി ലളിതമായി അവതരിപ്പിക്കുന്നു എന്ന മഹത് കൃത്യം മാത്രമാണ് ധ്രുവരാത്തി ചെയ്യുന്നത്. അതിന് 100 കണക്കിന് തെളിവുകൾ ധ്രുവിൻ്റെ വീഡിയോ വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ തനിക്കെതിരെ സത്യം പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളെയും ഫേസ്ബുക്ക് പേജുകളെയും പൂട്ടിക്കാൻ സ്വന്തമായൊരു ഗ്രൂപ്പും നടത്തി
അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യ സമരനായകൻ എന്നതാണ് മറ്റൊരു ദുരവസ്ഥ. ചുരുക്കം പറഞ്ഞാൽ കെജ്രിവാളിന് പിണറായിക്കുണ്ടായ ഒരു മോനാണ് ധ്രുവരാത്തി എന്നതാണ് വസ്തുത. തള്ളും നാട്യവും പക്കാ ഫാസിസവുമാണ് മുഖമുദ്ര. ഈ ഇലക്ഷൻ കാലം കഴിഞ്ഞാൽ വീണ്ടും രാജ്യത്തെ ചില വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ധ്രുവ് വീണ്ടും ഒന്നൊതുങ്ങും. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥിരം പല്ലയുമായി വന്നേക്കാം. രാജ്യത്തെ ഏതാണ്ട് എല്ലാ മോദി വിരുദ്ധരെയും ഒരു കുടക്കീഴിൽ ആക്കിയിട്ടുണ്ട് ധ്രുവരാത്തി. പക്ഷേ എഴുതി വെച്ചോളൂ, 2024 തെരഞ്ഞെടുപ്പ് കൂടി മോദിക്ക് അനുകൂലമാകും വിധം 350-ലധികം സീറ്റുകൾ ലഭിച്ചാൽ കൃത്യം 1.5 വർഷത്തിനുള്ളിൽ മോദി അനുകൂല വീഡിയോകളുമായി ഇതേ ധ്രുവരാത്തിയെ നമുക്ക് കാണേണ്ടി വന്നേക്കാം. കാരണം അപ്പോഴേക്കും ഇന്ത്യയിൽ കാഴ്ചക്കാർ കൂടുതലും മോദി അനുകൂല വാർത്തകൾക്കാവും. ആ കാറ്റിനനുസരിച്ച് തൂറ്റുന്ന ധ്രുവരാത്തിയെ അധികം വൈകാതെ നമ്മളും ജി എന്നും വിളിക്കേണ്ടി വന്നേക്കാം.